വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഇസ്ലാമാബാദിൽ കേൾക്കുന്ന ചില സൈറൺ ശബ്ദത്തെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു, ലാഹോറിൽ നമ്മൾ രാവിലെ പറഞ്ഞ ഈ പറയുന്ന 6 അടി നീളമുള്ള ഡ്രോൺ സംവിധാനം രാജ്യത്തിൻ്റെ ഡ്രോൺ ആക്രമണം തന്നെ ആയിരുന്നു. അത് അവർ വെടിവെച്ചിട്ടതല്ല. ഉഗ്രശബ്ദത്തിൽ 3 പൊട്ടിയത് അത് അവരുടെ എയർ ഡിഫൻസ് ഇൻസ്റ്റലേഷനിൻ്റെ നടുക്ക് പോയി വീണ് പൊട്ടിയതാണ് എന്ന് പറയാമെന്ന് തോന്നുന്നു. അത് സ്ഥിരീകരിക്കപ്പെടുന്നില്ലെങ്കിലും വിജയകുമാർ, അത് ഇതിൽ ഈ വാർത്താക്കുറിപ്പിൽ തന്നെ എന്താണോ പാകിസ്ഥാൻ ഇവിടേക്ക് ചെയ്തത് അതേ തുല്യ അളവിൽ തിരിച്ചു ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമുക്കത് ഊഹിക്കാം എന്താണ് അതിൽ നടന്നത് എന്നത്. ഈ ഡ്രോൺ എന്ന് പറയുന്നത് അത് എവിടുന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നതൊക്കെ ആ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാണ്. അതിൽ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഒന്ന് പറയേണ്ടതില്ല. അതേ നിലയിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകും. ഇന്നലെ അവർ ശ്രമിച്ചത് നമ്മളുടെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ സൈനിക ലക്ഷ്യങ്ങൾ തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു. അതിനാണ് അവർ ഒരു ശ്രമം നടത്തിയത്. അതിൽ തന്നെ ഈ ജലന്ധർ, ലുധിയാന, ഉധംപൂർ, ഭട്ടിൻഡ, ചണ്ഡിഗഡ്, ഫലോഡി, ഉത്തർലെ, ഭുജ് എന്നിവ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യം വെച്ച് ഒരേ സമയം നടത്തിയ നീക്കമായിരുന്നു. അതാണ് നമ്മളുടെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണമാണ്. അതിനെയാണ് UAS ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യ നിർവീര്യമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങൾ തെളിവായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ പാകിസ്ഥാന് അത് കൈമാറാം. അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷം ഒരു യുദ്ധമായി മാറ്റാൻ പാകിസ്ഥാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും ഇപ്പോൾ സൈനിക നേതൃത്വം ഭരണത്തിലേക്ക് വരാനൊക്കെ നടത്തുന്നു ശ്രമങ്ങൾ എന്നൊക്കെ ഊഹാപോഹങ്ങളും കിംവദന്തികളും ഒക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി നടക്കുന്ന ഒരു എസ്കലേറ്റ് ചെയ്യുക പരമാവധി എന്നതാണോ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് അവർ ഈ അങ്ങേയറ്റം ആത്മഹത്യാപരമായ ഇത്തരം നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഒരു കാരണവശാലും ഇന്ത്യ അതേ നിലയിൽ തിരിച്ചടിക്കുന്നില്ല. ഇങ്ങോട്ട് വരുന്നതിന് റിപ്ലൈ ചെയ്യുക, തിരിച്ചടിക്കുക, അതിനെ ചെറുക്കുക, ഇത് രണ്ടുമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ ലോകം അംഗീകരിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് ചെയ്തത് എന്നത് ലോകത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. ഭീകരവാദ കേന്ദ്രങ്ങൾ, അത് കുപ്രസിദ്ധമായ ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത്. ഇന്ന് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നല്ലോ. മൗലാന മസൂദ് അസറിൻ്റെ സഹോദരൻ, അവരുടെ സുപ്രീം കമാൻഡർ, ജെയ്ഷെ മുഹമ്മദിൻ്റെ സുപ്രീം കമാൻഡറാണ് ഇന്നലെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഇന്ന് രാവിലെ കൊല്ലപ്പെട്ടത്. അപ്പോൾ നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് അത് കൃത്യമായി നടപ്പാക്കിയെന്നത് ലോകത്തോട് പറയാൻ തെളിവുകൾ, വിവരങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ട്. ആർക്കും പരിശോധിക്കാവുന്നതാണ് അതിൻ്റെ ദൃശ്യങ്ങളടക്കം. അവിടെയും ഇന്ത്യ ഒരു മിലിറ്ററി ടാർഗറ്റും ഉണ്ടായിരുന്നില്ല, ഒരു സിവിലിയൻ ടാർഗറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ എന്താണ് പകരം ചെയ്യുന്നത്? ഉറിയിലും പൂഞ്ചിലുമൊക്കെയുള്ള സാധാരണക്കാരായ നിഷ്കളങ്കരായ ഗ്രാമീണരെ ലക്ഷ്യം വെച്ച് വെടിയുതിർക്കുകയാണ്. 16 പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിനും ഇന്ത്യ തിരിച്ചടി നൽകുന്നത് സൈനിക കേന്ദ്രങ്ങളിൽ, അവരുടെ സൈനിക പോസ്റ്റുകളിലേക്കാണ് നമ്മൾ വെടിയുതിർക്കുന്നത്. ഇന്ന് കേൾക്കുന്നത് അവരുടെ സൈനിക പോസ്റ്റുകൾ പലതും ആളില്ലാത്ത അവസ്ഥയിലാണ് എന്ന വിവരം അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ കനത്ത നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴും ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ സിവിലിയൻ ലക്ഷ്യത്തിലേക്ക് ഒരു തവണ പോലും വെടിയുതിർത്തിട്ടില്ല, ഒരു തവണ പോലും ലക്ഷ്യം വെച്ചിട്ടില്ല. അപ്പോൾ ഈ നിലയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ വിഷയത്തെ കാണുന്നത് എന്നത് ലോകത്തിന് വിലയിരുത്താവുന്നതാണ്. ഇന്നലെ രാത്രിയിൽ അവർ നടത്തിയത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നീക്കമാണ്. അതിന് അതേ നിലയിലല്ല ഇന്ത്യ തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടാണ് ഇന്ത്യ അതിന് മറുപടി നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് എങ്ങനെ ചെയ്തു? അങ്ങോട്ടേക്ക് അതേ നാണയം, അതേ തോത്, അതേ അളവിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇങ്ങോട്ടടിച്ചത് അവരുടെ കഴിവുകേട് കൊണ്ട് ഒരൊറ്റ മിസൈൽ ഇങ്ങോട്ടേക്ക് വന്ന് വീഴാൻ കഴിഞ്ഞില്ല. രാജ്യത്തിൻ്റെ സാമർത്ഥ്യം കൊണ്ട് നമ്മൾ വിടുന്ന ഡ്രോണുകൾ അവരുടെ ഈ പറയുന്ന HQ-19 എന്ന് പറയുന്ന ചൈന കൊടുത്ത എയർ ഡിഫൻസ് സംവിധാനത്തിൻ്റെ ഉച്ചയിലേക്ക് പോയി വീണത് അവരുടെ കഴിവുകേടാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും തുല്യമായ രീതിയിലുള്ള അക്രമം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ എസ്കലേഷൻ നമ്മൾ തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത, US ആസ്ക് സിറ്റിസൺസ് ടു ലീവ് ലാഹോർ എന്ന് പറഞ്ഞാൽ അമേരിക്ക അവരുടെ പൗരന്മാരോട് ലാഹോർ വിടാൻ ആവശ്യപ്പെടുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. റാവൽപിണ്ടിയിൽ മാത്രം 7-ലധികം ഡ്രോണുകൾ പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ലാഹോറിൽ മാത്രമല്ല റാവൽപിണ്ടിയിലേക്കും നമ്മുടെ ഡ്രോൺ സംവിധാനങ്ങൾ പറന്നു പോയിട്ടുണ്ട്. അവിടുത്തെയും എയർ ഡിഫൻസ് സംവിധാനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് അല്പസമയത്തിനകം അറിയുകയും ചെയ്യാം. ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നു. ശ്രീനാഥ്, സ്വന്തം പൗരന്മാരോട് ലാഹോർ വിടാൻ പറയുകയാണ് അമേരിക്ക. ലോകരാഷ്ട്രങ്ങൾ ലാഹോറിലേക്ക് ഉറ്റുനോക്കുന്നു. ഈ പറയുന്ന ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണത്തിൽ ലാഹോർ കൂടുതൽ അസ്ഥിരപ്പെടുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ കുറ്റമല്ല. പോയ രാത്രി അവർ ചെയ്ത അവിവേകത്തിനുള്ള മറുപടിയാണ്, ശിക്ഷയാണ് ആ അസ്ഥിരത.